ഓട്ടോക്കാരൻ്റെ അച്ചായത്തി പെണ്ണ് അവസാന ഭാഗം. രചനാ സംഭാഷണം മൈഥിലി മിത്ര. അകത്തു കിടക്കുന്ന ആള് നിങ്ങളുടെ ആരാണ്? ഗവൺമെൻറ് ഹോസ്പിറ്റലിൻ്റെ ഓർത്തോ വാർഡിന് മുൻപിൽ കൂനിക്കൂടിയിരിക്കുന്ന ആനിയമ്മയോട് അവിടെ ഇരുന്നൊരു നേഴ്സ് വന്ന് ചോദിച്ചു. എൻ്റെ ഭർത്താവാണ്. വളരെ ക്ഷീണിതയായിരുന്നു അവർ. തലേദിവസത്തെ രാത്രി ഉറങ്ങാതെ വെളുപ്പിച്ചതിനാൽ അവരുടെ കണ്ണുകൾ അടഞ്ഞു പോകുന്നുണ്ടായിരുന്നു. നിങ്ങളുടെ കൂടെ ആരുമില്ലേ? അവർ വീണ്ടും ചോദ്യം ആവർത്തിച്ചു. ഇല്ല, ഞാൻ ഒറ്റയ്ക്കാണ് വന്നത്. അവർ ദയനീയമായ ആ സിസ്റ്ററിനെ ഉറ്റുനോക്കി. അകത്തേക്ക് ചെന്നോളൂ, ഇനിയിപ്പോൾ ഒരാളടുത്ത് തന്നെ ഉണ്ടാവണം. അത്രയും പറഞ്ഞിട്ട് അവർ അകത്തേക്ക് തന്നെ കയറിപ്പോയി. തലേദിവസം രാത്രിയിൽ വീട്ടിലേക്ക് വരുന്ന വഴി ഏതോ വലിയ വണ്ടി തട്ടിയാണ് മാത്തുക്കുട്ടിയെ. വാഹനത്തിൻ്റെ 2 യന്ത്രങ്ങളും അയാളുടെ കാലിൽ കൂടി കയറി ഇറങ്ങി. ഭാഗ്യത്തിനാണ് ജീവൻ തിരിച്ചു കിട്ടിയത് തന്നെ. വലത്തേക്കാല് മുട്ടിന് താഴെ വെച്ച് മുറിച്ചു കളയേണ്ടി വന്നു. രാത്രി തന്നെ ഓപ്പറേഷൻ ചെയ്ത് ICUയിലേക്ക് മാറ്റി. ഇപ്പോഴാണ് ആളെ വാർഡിലേക്ക് ഷിഫ്റ്റ് ചെയ്തത്. ആനിയം അകത്തേക്ക് ചെല്ലുമ്പോൾ മാത്തുക്കുട്ടി കണ്ണു തുറന്ന് കിടക്കുമായിരുന്നു. ഏകദേശം 30ഓളം കട്ടിലുകൾ. അതിൽ 3/4 ഭാഗവും രോഗികളെ കൊണ്ടും അവരുടെ അറ്റൻഡറെ കൊണ്ടും നിറഞ്ഞിരുന്നു. അവർ പതിയെ അയാൾക്കരികിലേക്ക് നടന്നിയെന്നു. ഏറ്റവും ഒടുവിലത്തെ ബെഡിൽ ചുവരിനോട് ചേർന്നാണ് മാത്തുക്കുട്ടി കിടന്നിരുന്നത്. ആ മുഖത്തെ വികാരങ്ങൾ എന്താണെന്ന് മനസ്സിലാക്കുവാൻ ആനിയമ്മയ്ക്ക് കഴിഞ്ഞില്ല. കഴിക്കാൻ വല്ലതും വാങ്ങിച്ചുകൊണ്ട് വരട്ടെ? അവർ പേടിയോടെ ചോദിച്ചു. പക്ഷെ മറുപടിയൊന്നും ലഭിച്ചില്ല. എത്രയൊക്കെ കൊള്ളരുതായ്മകൾ കാണിച്ചിട്ടുണ്ടെങ്കിലും താലി കെട്ടിയവനാണെന്നുള്ള ചിന്ത അവരിലെ സഹനത്തെ ഉണർത്തി. സഹനത്തെ മാത്രം. സ്നേഹം എന്ന വികാരം തൻ്റെ ഉള്ളിൽ എവിടെയെങ്കിലും ഉണ്ടായെന്ന് അവരപ്പോഴും തിരഞ്ഞുകൊണ്ടേയിരുന്നു. ഞാൻ പോയി ഇച്ചിരി കഞ്ഞി വാങ്ങിച്ചുകൊണ്ട് വരാം. രാത്രി ഒട്ടൊന്നും കഴിക്കാതെ കിടക്കുമല്ലേ? അനുവാദം ഒന്നും ചോദിക്കാൻ നിന്നില്ല. തിരിഞ്ഞതും വേണ്ട എന്നൊരാജ്ഞ പുറകിൽ നിന്നും കേട്ടു. ആനിയമ്മ അയാളുടെ അരികിലേക്ക് വീണ്ടും ചെന്നു. ചുവരിലേക്ക് നോട്ടം അയച്ചുകൊണ്ട് നിർവികാരമായി കിടക്കുന്ന ആളെ കണ്ട് അവർക്ക് സഹതാപം തോന്നിപ്പോയി. പണ്ടത്തെ മാത്തുക്കുട്ടിയിൽ നിന്നും വളരെ വ്യത്യസ്തമായ ഒരു രൂപം. അഹങ്കാരമില്ല, വൈരാഗ്യബുദ്ധിയില്ല, സ്വാർത്ഥതയില്ല. പകരം സഹിക്കാൻ വയ്യാത്ത വേദനയാൽ അയാളുടെ മുഖത്തെ ചുളിവുകൾക്ക് കട്ടിയേറിയിരുന്നു. ആൻറ്റി. ആ സമയം പരിചയമുള്ള ശബ്ദം കേട്ടാണ് മാത്തുക്കുട്ടി ആനിയമ്മയെ ഒരുപോലെ തിരിഞ്ഞു നോക്കിയത്. നോക്കിയപ്പോൾ കണ്ടു ഒരു കവറുമായി തങ്ങളുടെ അരികിലേക്ക് നടന്നു വരുന്ന രഞ്ജനയെയും കുമാരിയെയും. അവനെ നോക്കാനുള്ള ശേഷിയില്ലാതെ മാത്തുക്കുട്ടി വീണ്ടും ചുവരിലേക്ക് തന്നെ നോട്ടം പായിച്ചു. ഇപ്പോൾ എങ്ങനെയുണ്ട്? കയ്യിലിരുന്ന കവർ കട്ടലിനരിയിൽ കിടന്ന ചെറിയ സ്റ്റീൽ ലോക്കറിൻ്റെ മുകളിലേക്ക് വെച്ചുകൊണ്ട് കുമാരി ആനിയമ്മയോട് തിരക്കി. കുഴപ്പമില്ല. ചിരിക്കാനായി ശ്രമിച്ചുകൊണ്ടാണ് അവരത്രയും പറഞ്ഞത്. സാരമില്ല, മനുഷ്യൻ്റെ മിച്ചം കിട്ടുകയില്ലായിരുന്നെന്ന അപകടം കണ്ടുവന്നവരൊക്കെയും പറഞ്ഞ്. ഭാഗ്യത്തിന് വേറൊന്നും സംഭവിച്ചില്ലല്ലോ. അതുതന്നെ ദൈവത്തിൻ്റെ വലിയ അനുഗ്രഹം. കുമാരി അവരെ ആശ്വസിപ്പിക്കാനായി ശ്രമിച്ചു. എല്ലാം കണ്ടും കേട്ട് നിന്നുവെങ്കിലും രഞ്ജൻ മാത്രമൊന്നും ഉരിയാടിയില്ല. എത്രയൊക്കെ ദൈവത്തിൻ്റെ കോടതിയിൽ ശിക്ഷ കിട്ടിയാലും കട്ടിലിൽ കിടക്കുന്നത് ഒരു ജന്മമാണ്. ഒരിക്കലും ചെയ്ത പാപങ്ങൾക്ക് മാപ്പർഹിക്കാൻ പറ്റാത്ത ആള് ചെയ്തു കൂട്ടിയതൊക്കെ ഓർത്താൽ ഇതൊന്നും അയാൾക്കൊരു ശിക്ഷയല്ല. രഞ്ജൻ മനസ്സിൽ വിചാരിച്ചു. ചോറും കറിയൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട്. വല്ലതും സമയത്തിന് കഴിക്കണം. എന്താവശ്യമുണ്ടെങ്കിലും വിളിക്കാൻ മറക്കരുത്. ഞങ്ങൾ പോയേച്ചും വരാം. മാത്തുക്കുട്ടിയുടെ നിസ്സംഗഭാവം പേടി നിറച്ചതിനാൽ കുമാരി വേഗം തന്നെ അവിടെ നിന്നും പോകുവാനായി തുനിഞ്ഞു. ആനിയമ്മേ, രാത്രിയിലേക്കുള്ള ഭക്ഷണം ഞാൻ രഞ്ജൻ്റെ കയ്യിൽ കൊടുത്തു വിട്ടേക്കാം. നാൻസി അവിടെ തന്നെയല്ലേ ഉള്ളൂ. അവളുടെ കാര്യം എങ്ങനെയാ? തന്നെ കിടക്കുമോ വീട്ടിലൊറ്റയ്ക്ക്? പോകാനിറങ്ങിയിട്ട് മനസ്സില്ലാ മനസ്സോടെ അവർ തിരിഞ്ഞു എന്ന് ചോദിച്ചു. നാൻസി ഏതോ സ്റ്റഡി ടൂറിന് കോളേജിൽ നിന്നും പോയതാ ഇന്നലെ രാവിലെ. 2 ദിവസം കഴിഞ്ഞേ വരുള്ളൂന്നാ പോയപ്പോൾ പറഞ്ഞിരിക്കുന്നത്. ആനിയമ്മ അത്രയും പറഞ്ഞു തീർന്നതും മാത്തുക്കുട്ടിയുടെ മുഖം എന്തിനോ വേണ്ടി വലിഞ്ഞു മുറുകുന്നത് രഞ്ജൻ പ്രത്യേകം ശ്രദ്ധിച്ചിരുന്നു. അത്രയും നേരം മൗനമായിട്ടിരുന്ന ആൾ നാൻസിയുടെ കാര്യം സംസാരിച്ചപ്പോൾ മാത്രം ഇത്രയും രോഷാകുലനാവുന്ന എന്തിനു വേണ്ടിയെന്ന് എത്രയൊക്കെ ആലോചിച്ചിട്ടും രഞ്ജന് മനസ്സിലായില്ല. എന്നാൽ ശരിയടി, എന്തേലും ഉണ്ടെങ്കിൽ വിളിക്കണം കേട്ടോ. യാത്ര പറഞ്ഞ് അവരിറങ്ങുമ്പോൾ വീണ്ടും ഒരൊറ്റപ്പെട്ട അവസ്ഥയായിരുന്നു ആനിയമ്മയുടേത്. അവർ കൊണ്ടുവന്ന ചൂട് കഞ്ഞി ഒരു പ്ലേറ്റിലേക്ക് പകർന്ന് ആനിയമ്മ മാത്തുക്കുട്ടിക്ക് നേരെ നീട്ടി. അയാളത് കഴിക്കാൻ ആദ്യം തയ്യാറായില്ല. മരുന്നുള്ളതല്ലേ, ഇത്തിരിയെങ്കിലും കഴിക്കൂ. ദീനമായി പറഞ്ഞപ്പോൾ പ്ലേറ്റ് വാങ്ങി അതിൽ നിന്നും കുറച്ച് സ്പൂണിൽ കോരി കുടിക്കുന്നത് കണ്ടു. പണ്ടത്തെ മാത്തുക്കുട്ടിയുടെ ഒരു അഹങ്കാരവും ഇല്ലാതെ. ആനിയമ്മക്കത് അവിശ്വസനീയമായി തോന്നി. എമി.
മുറിയിലേക്ക് കയറി വന്ന സേവ്യർ ഉച്ചത്തിൽ അലറി വിളിച്ചു. കട്ടിലിൽ ഇടങ്ങിക്കിടന്ന പൊടിമോള് അയാളുടെ ഒച്ചയിൽ ഞെട്ടി ഉണർന്ന് നിലവിളിക്കാനായി തുടങ്ങി. എമി! അയാൾ വീണ്ടും അലറിക്കൂവി. കുളിമുറിയിൽ ദേഹം കഴുവാനായി കയറിയ എമി ഭർത്താവിൻ്റെ അലർച്ചയിലൊന്ന് ഞെട്ടി വിറച്ചു പോയി. ഞാൻ കുളിക്കുക, ഇപ്പം വരാം. കാക്കക്കുളി കുളിച്ച് വേഗം തന്നെ തുണിയും ചുറ്റ് മുറിയിലേക്ക് ഓടിച്ചെല്ലുമ്പോൾ പൊടിയുടെ എക്കിലെടുത്ത കരച്ചിൽ മാത്രമേ ആ പാവത്തിൻ്റെ മനസ്സിലുണ്ടായിരുന്നുള്ളൂ. ഓടിച്ചെന്ന് കുഞ്ഞിനെ വാരിയെടുത്ത് മാറോട് ചേർക്കുമ്പോൾ കരഞ്ഞു കരഞ്ഞ് ശ്വാസം കിട്ടാൻ മേലാത്ത അവസ്ഥയിലായിരുന്നു കുഞ്ഞ്. പതിയെ തോളിലിട്ട് മോളെ തട്ടി അവൾ ആശ്വസിപ്പിക്കാൻ ശ്രമിച്ചു. എന്ത് കോപ്പുണ്ടാക്കുവാടി മോളെ, ഇത്രയും നേരം കുളിമുറിയിൽ? രൂക്ഷഗന്ധം മുറിയിലാകെ പടർന്നു. കൂടെ വേറെന്തൊക്കെയോ അസഹനീയമായ നാറ്റവും. സേവ്യറെ നോക്കിയപ്പോൾ നിൽക്കാൻ പോലും ആ ശേഷിയില്ലാതെ ആടിയാണ് നിൽപ്പ്. ഞാൻ കുളിക്കുമായിരുന്നു ഇച്ചായ. കുഞ്ഞിനെ മുറുക്കി പിടിച്ചുകൊണ്ട് അവൾ വാതിലിനരികിലേക്ക് ഇത്തിരി നീങ്ങി നിന്നു. കാരണം അയാളുടെ കോലം കണ്ട് എമി വല്ലാതെ പേടിച്ചു പോയിരുന്നു. നിന്റെ മറ്റവൻ എന്തിനാടി എപ്പോഴും ഈ മുറിക്ക് മുൻപിലൂടെ തേരാപ്പാര നടക്കുന്നേ? ചിരിച്ചുകൊണ്ട് അയാൾ ഷർട്ടിൻ്റെ പോക്കറ്റിൽ നിന്ന് ഏതോ ഒരു പൊടി വായിലേക്ക് കമഴ്ത്തുന്നത് കണ്ടു. എനിക്കറിയില്ല ഇച്ചായ. അവളും കരച്ചിലിൻ്റെ വക്കോളം എത്തിയിരുന്നു. അമർത്തിയൊന്ന് മൂളിക്കൊണ്ട് എമിയുടെ കുഞ്ഞിനെ തട്ടിപ്പറിക്കാനായി ശ്രീവീർ അടുത്തേക്ക് വന്നപ്പോഴേക്കും അവൾ മുറിക്ക് പുറത്തേക്ക് ഓടി രക്ഷപ്പെട്ടിരുന്നു. പടികളിറങ്ങിയ അവളെ ഐസക് തൻ്റെ മുറിയിലേക്ക് വലിച്ചിട്ടു. ചിത്തു, ഇങ്ങി വന്നേ. ഹോസ്പിറ്റലിൽ നിന്ന് എത്തിയ ഉടനെ രഞ്ജൻ അനിയത്തിയെ വീടിനുള്ളിൽ തിരഞ്ഞു. എന്താ ഏട്ടാ, എന്തു പറ്റി? അടുക്കളയിൽ എന്തോ പണിയിലായിരുന്നവൾ നനഞ്ഞ കൈ തോളിൽ കടന്ന തോർത്തിലേക്ക് ഒപ്പിക്കൊണ്ട് പുറത്തേക്ക് വന്നു. നാൻസിയുടെ കോളേജിൽ നിന്നും സ്റ്റഡി ടൂർ പോയോ ആരെങ്കിലും? ഉമ്മറത്ത് നിന്ന് ഹാളിലേക്ക് കടന്നിട്ട് സ്പാനിൻ്റെ സ്പീഡൊന്ന് കൂട്ടി രഞ്ജൻ. ശേഷം ഷർട്ടിൻ്റെ കോളറൊന്ന് പൊക്കി വെച്ചിട്ട് അവിടെ കിടന്ന ഒരു കസേരയിലേക്കായി ഇരുന്നു. അറിയില്ല ഏട്ടാ, വിനീഷയോട് ചോദിച്ചാൽ അറിയാൻ പറ്റും. അവർ രണ്ടും ഒരേ ക്ലാസ്സിലല്ലേ. എന്താ ഏട്ടാ, എന്തെങ്കിലും പ്രശ്നമുണ്ടോ? ആകുലതയോടെ അവൻ്റെ മുമ്പിൽ ചുവരും ചാരി നിന്ന് ചിത്തിര. നിന്റെ കയ്യിൽ വിനീഷയുടെ നമ്പർ ഉണ്ടോ? കാര്യം വിശ്വസിക്കാതെ രഞ്ജൻ മറു ചോദ്യം എറിഞ്ഞു. ഉണ്ടേട്ടാ, വിളിക്കണോ? ആശങ്കയോടെ അവൾ ചോദിച്ചു. വിളിച്ചിട്ട് സ്റ്റഡി ടൂറിൻ്റെ കാര്യമൊന്ന് ചോദിക്ക്. പിന്നെ അവൾക്ക് സംശയമൊന്നും തോന്നാത്ത രീതിയിൽ വേണം ചോദിക്കാൻ, കേട്ടല്ലോ? തലയാട്ടിയൊന്ന് മൂളിക്കൊണ്ട് ചിത്തിര അകത്തേക്ക് കയറിപ്പോയി. നിമിഷങ്ങൾ കഴിഞ്ഞപ്പോൾ ഫോണിൽ സംസാരിച്ചുകൊണ്ട് തന്നെ അവൾ രഞ്ജൻ്റെ അടുത്തേക്കെത്തി. വീണ്ടും കുറച്ചു നേരം കൂടി ഇരുവരും എന്തൊക്കെയോ സംസാരിക്കുന്നത് കണ്ടു. ശേഷം ഫോണ് കട്ട് ചെയ്തു. അത്രയും നേരം ചിത്തിരയുടെ മുഖഭാവങ്ങൾ ഗൗരവത്തോടെ വീക്ഷിക്കുകയായിരുന്നു രഞ്ജനപ്പോൾ. എന്താടി, അവൾ എന്തു പറഞ്ഞു? കസേരയിലൊന്ന് ഇളകിയിരുന്നു കൊണ്ട് അവൻ ആരാഞ്ഞു. അവരുടെ കോളേജിൽ നിന്ന് ഇത്രയും നാളായിട്ട് ആരെയും സ്റ്റഡി ടൂറിന് കൊണ്ടുപോയിട്ടില്ലെന്ന്. അത് മാത്രമല്ല, ഈ വർഷം കാണുമെന്ന് പോലും അറിയില്ലെന്ന് ചിത്തിര വിശദീകരിച്ചു. രഞ്ജന ആകെ വട്ടുപിടിക്കുന്നത് പോലെ തോന്നി. ഒരു പെൺകുട്ടിയാണ് കോളേജ് സ്റ്റഡി ടൂർ എന്നും പറഞ്ഞ് ഇറങ്ങിപ്പോയേക്കുന്നത്. അവൾ എവിടെ പോയതായിരിക്കും? അതും വീട്ടുകാരോട് കള്ളം പറഞ്ഞ്. രഞ്ജൻ്റെ ചിന്തകൾ കാട് കയറി. ഒരു വശത്ത് എമിയുടെ പ്രശ്നങ്ങൾ, മറുവശത്ത് കാണുവാനില്ലാത്ത നാൻസിയുടെ കാര്യം. അവളുടെ കാര്യം ഹോസ്പിറ്റലിൽ വെച്ച് പറഞ്ഞപ്പോൾ മാത്തുക്കുട്ടിയുടെ മുഖം മാറിയിരുന്ന കാര്യം രഞ്ജൻ അപ്പോഴാണ് ഓർമ്മ വന്നത്. ചിലപ്പോൾ നാൻസിയുടെ കാര്യം അയാൾക്കറിയാമെങ്കിലോ? രഞ്ജൻ ഗഹനമായി ചിന്തിച്ചു. എന്താണെങ്കിലും ചോദിക്കണം, ഒരു പെൺകുട്ടിയുടെ കാര്യമാണ്. അവനത് മനസ്സിലുറപ്പിച്ചു. ശേഷം വണ്ടിയുമായി വീടിന് പുറത്തേക്കിറങ്ങി. എന്തുകൊണ്ടോ എമിയെയും പൊടിയെയും കാണുവാനായി അയാളുടെ ഉള്ളം അപ്പോൾ കൊതിച്ചു. ആലിങ്കൽ ലക്ഷ്യമാക്കി അവൻ്റെ ഓട്ടോ പാഞ്ഞു. എമി, നീ എന്തിനാ കിടന്നിങ്ങനെ ഓണണേ? അവളെ ചേർത്ത് പിടിച്ചുകൊണ്ട് ഐസക് ചോദിച്ചു. നോക്കിയേ, അണയ്ക്കുന്നത്. അവളുടെ കയ്യിലിരുന്ന് ഏങ്ങലടിക്കുന്ന കുഞ്ഞിനെ വല്ലാത്തൊരു ഭാവത്തോടെ അയാൾ നോക്കി. ഒന്നും പറയാനുള്ള ആ സാഹചര്യത്തിലല്ലായിരുന്നു ആ പാവം. പേടി കൊണ്ട് അവളെ വിറയ്ക്കുന്നുണ്ടായിരുന്നു. അത് കയ്യിലിരിക്കുന്ന കുഞ്ഞു പെണ്ണിലേക്കും പടർന്നു. എന്താ എമി, നീ കാര്യം പറ. ചോദ്യത്തോടൊപ്പം തന്നെ അവളിലൂടെ ഐസക്കിൻ്റെ കൈവിരലുകൾ ഒഴുകി നടന്നു. അവൾ അതിനനുസരിച്ച് പിന്നിലേക്ക് മാറിക്കൊണ്ടിരുന്നു. നിക്കെമി, കുറേയായി നീ എന്നെ കൊതിപ്പിക്കുന്നു. ഇനിയും വയ്യാടി. കൊച്ചിനെ ആ കട്ടിലേക്കെങ്ങാനും കിടത്ത്. ചേട്ടായി വീട്ടിലെത്തുന്നതിന് മുമ്പേ നമുക്ക് കാര്യം കഴിക്കാം. പുഴുവരിക്കുന്ന പോലെയുള്ള ആ നോട്ടത്തിൽ ആ പാവം ഒന്ന് തേങ്ങി. ആരും അറിയില്ലടി, നീയൊന്ന് മനസ്സ് വെച്ചാൽ മതി. 2 ദിവസമായി നിന്നെ ഓർത്ത് ഞാൻ ഉറക്കമില്ലാതെ കാത്തിരിക്കുക. ഒരു വേള ഐസക്കിന് ഭ്രാന്താണ് എന്ന് പോലും തോന്നി എമിക്ക്. അത്രയ്ക്കും സ്ഥലകാലബോധമില്ലാത്തവനെ പോലായിരുന്നു അയാളുടെ പെരുമാറ്റം.
കൊച്ചിനെ മാറ്റെമീ. പൊടുന്നനെ ഐസക്കിൻ്റെ ഭാവം മാറി. എന്തും പിടിക്കുന്നത് പോലെയുള്ള ആ പഴയ ഭാവം അയാൾ പുറത്തെടുത്തു. ഭൂതകാലത്തിൻ്റെ ഓർമ്മകൾ അവളിലേക്ക് തികട്ടിയെത്തി. അനുസരിക്കാതിരിക്കുമ്പോൾ വായിൽ ഒക്കെ ചെയ്യുന്ന ഐസക്കിൻ്റെ രൂപം അവൾ ഒട്ടൊരു ഭീതിയോടെ ഓർത്തു. വാടി ഇങ്ങോട്ട് മോളെ, പറഞ്ഞാൽ അനുസരിക്കാൻ നിനക്കെന്താടി ഇത്ര മടി? അയാളെ ഉണർന്നു. പെടുത്താൻ എന്ന വണ്ണം ഐസക്ക് മുന്നോട്ടേക്കടുത്തു. എമി തന്ത്രപരമായി ചാരിയിട്ടിരിക്കുന്ന വാതിലും കടന്ന് പുറത്തേക്ക് ഇറങ്ങുവാനായി തുടങ്ങിയതും സേവ്യർ അകത്തേക്ക് പാഞ്ഞു കയറിയതും ഒരുമിച്ചായിരുന്നു. ഇരുവരുടെയും മദ്യത്തിലകപ്പെട്ട അവൾ കുഞ്ഞിനെയും ഇറുക്കി പിടിച്ചുകൊണ്ട് മിഴികൾ പൂട്ടി നിന്നു. ഒന്നെങ്കിൽ തൻ്റെ അന്ത്യം, അല്ലെങ്കിൽ താൻ കണക്ക് കൂട്ടിയതുപോലെ ആലങ്കൽക്കാരുടെ പതനം. ഏതു വേണമെങ്കിലും നടക്കട്ടെ, തനിക്ക് സന്തോഷമേ ഉള്ളൂ. നല്ലവനായ യേശു ക്രിസ്തുവിൽ വിശ്വാസം കൊള്ളുക, നീ നിന്റെ കുടുംബവും രക്ഷ പ്രാപിക്കും. ഉള്ളിൽ വിശ്വാസത്തിൻ്റെ ഒരു തരി വെളിച്ചം ആ സമയത്ത് എമിയിൽ അണയാതെ കിടന്നിരുന്നു. ഒരേ ഒരു നിമിഷം കുഞ്ഞേശുവിനെ മാറോട് ചേർത്ത് നിൽക്കുന്ന മഗ്ദലന മറിയത്തെ അവൾ ഓർത്തു. ആ അമ്മയുടെ കാൽക്കൽ വീണു തൻ്റെ കുഞ്ഞിനായി അവൾ മുട്ടിപ്പായി പ്രാർത്ഥിച്ചു. ചുറ്റും എന്താണ് നടക്കുന്നതെന്നോ ആരൊക്കെ കൂടി നിൽക്കുന്നുണ്ടെന്നോ അവൾ കണ്ടില്ല. അവളൊരു ലോകത്തായിരുന്നു, തൻ്റെ പൊടിക്കായി സർവേശ്വരനോട് കേഴുന്ന പ്രാർത്ഥനയുടെ ലോകത്ത്. പൊടുന്നനെ അവളൊരു മൂലയിലേക്ക് തള്ളി മാറ്റപ്പെട്ടു. പുറകിൽ ചുമരുള്ളതിനാൽ എമി തറയിലേക്ക് വീഴാതെ ചുമലിടിച്ചു നിന്നു. ഭീതിയോടെ കണ്ണുകൾ തുറന്നപ്പോൾ കണ്ട കാഴ്ചയിൽ അവളുടെ മിഴികൾ പോലും ഇമ ചിമ്മുവാനായി ഭയന്നു. എൻ്റെ ഭാര്യയെ തന്നെ വേണോടാ മോനെ നിനക്ക് കിടക്കുവാൻ എന്നും പറഞ്ഞ് ഐസക്കിൻ്റെ നെഞ്ചിലേക്ക് ഇറക്കുന്ന സേവ്യർ റിച്ചായൻ. അയാളുടെ ഭാവം വർണ്ണിക്കാൻ കഴിയാത്തത്ര രീതിയിൽ ഭീകരമായിരുന്നു. ഉപ്പൻ്റേതുപോലെ ചുവന്ന കണ്ണുകളും പാറിപ്പറന്ന തലമുടികളുമായി തോന്നിപ്പിക്കുന്ന ഒരു രൂപം അല്ല, ഒരു സൻ തന്നെയായിരുന്നു അയാൾ. വീണ്ടും വലിച്ചൂരി വീണ്ടും ഐസക്കിനെ ലക്ഷ്യമാക്കി സേവ്യർ ഇറക്കി. തറയിലേക്ക് ഊർന്നു പോകുന്നതും അയാൾ വിറച്ചു വിറച്ച് ഒടുവിൽ നിൽക്കുന്നതും അവൾ ഭീതിയോടെ നോക്കിക്കണ്ടു. എന്നിട്ടും കലിയടങ്ങാതെ പോയി സേവ്യർ കൊണ്ടിരുന്നു. മുറിയിലാകമാനം തളം കെട്ടി. ഓരോ പ്രാവശ്യം ഊരിയതിനു ശേഷം വീണ്ടും ആയത്തിൽ അതിലേക്ക് താഴ്ത്തുന്നതിന് മുൻപായി അതിൽ നിന്നും ചുറ്റും ചിന്നിത്തെറിക്കുന്നുണ്ടായിരുന്നു. അവൾ കുഞ്ഞിനെ പൊത്തിപ്പിടിച്ചു. പാടില്ല, ആ തുള്ളികൾ ഒന്നുപോലെ എൻ്റെ കുഞ്ഞിൻ്റെ ദേഹത്ത് വീഴുവാൻ പാടില്ല. പാപിയുടേതാണ്. ഒരു ഭ്രാന്തനെ പോലെ അനിയൻ്റെ പറിക്കുന്നവൻ്റെ കണ്ണു വെട്ടിച്ച് അവൾ പേടിയോടെ ഡോറിനരികിലേക്ക് കാലുകൾ നീക്കി. കാലിനടിയിൽ പെട്ടിപ്പിടിച്ച കൊഴുത്തത് വെളുത്ത ടൈൽ തറയിൽ ചുവപ്പ് കാലടിപ്പാടുകൾ തീർത്തുകൊണ്ടിരുന്നു. വാതിൽക്കലേക്ക് ചെന്നപ്പോൾ അവിടെ കണ്ട കാഴ്ച അതിലും ഭീകരമായിരുന്നു. ഒരു പാവയെപ്പോലെ ഇളയ മകനെ നോക്കിക്കാണുന്ന മേരിക്കുട്ടി. അവരുടെ മുഖമാകെ നിന്നുള്ള തുള്ളികൾ തെറിച്ചു വീണിരുന്നു. മകൻ്റെ കൺമുമ്പിൽ കണ്ടതിനാൽ സ്ഥലകാലബോധം പോലും നിൽക്കുകയായിരുന്നവർ ഒരു ഭ്രാന്തിയെപ്പോലെ. പേപിടിച്ച സ്ത്രീജന്മത്തിന് ഈശ്വരൻ അറിഞ്ഞുകൊടുത്ത ശിക്ഷ. അവൾ അവരെ ഒന്ന് നോക്കിയിട്ട് ഹാളിലേക്ക് നടന്നു. പുറത്തേക്കുള്ള വാതിൽ തുറന്നതും കോളിംഗ് ബെൽ അടിക്കാനായി തയ്യാറെടുത്ത് നിൽക്കുന്ന രഞ്ജനെ കണ്ടവൾ ഒരു നിമിഷം സത്യമോ എത്തിയോ എന്നറിയാതെ നോക്കി നിന്നുപോയി. ആലിങ്കലെ ഐസക്കിൻ്റെ പാതകം നാട് മുഴുവനും കുറച്ചുനാൾ കോളിളക്കം സൃഷ്ടിച്ചു. അനിയനെ സേവ്യർ അടിമയായിരുന്നതായി പോലീസ് തിരിച്ചറിഞ്ഞു. അതുമാത്രമല്ല, അത് നടന്ന ദിവസം സേവ്യർ മരുന്ന് ഉപയോഗിച്ചിരുന്നതായും പോലീസ് കണ്ടെത്തി. അയാൾക്ക് ജീവപര്യന്തം കഠിന തടവിന് കോടതി വിധിച്ചു. മകൻ്റെ കൺമുമ്പിൽ കണ്ടതിൻ്റെ ഫലമായി സമനില തെറ്റിയ മേരിക്കുട്ടിയെ നാട്ടുകാരെല്ലാവരും കൂടി ചേർന്ന് മെൻ്റൽ അസൈലത്തിലേക്ക് മാറ്റി. 5-6 മാസം കഴിഞ്ഞപ്പോഴേക്കും അവരുടെ മരണവാർത്ത പത്രങ്ങളിൽ വായിച്ചാണ് എമിയും വീട്ടുകാരെ അറിഞ്ഞത് തന്നെ. ആലിങ്കൽ വീട്ടിലെ എമിയുടെ ജീവിതം നാട്ടുകാരുടെ കണ്ണ് നനയിച്ചു. അവൾ അനുഭവിച്ച ദുരിതം ഒരു മകൾക്കും വരുതേയെന്ന് കേട്ടവർ പരവേശം കൊണ്ടു. കുറച്ചു നാളുകൾ എമിയും കുഞ്ഞും മാധ്യമങ്ങളിൽ നിറഞ്ഞു നിൽക്കുന്ന വ്യക്തികളായിരുന്നു. മൊഴി പറയുവാനും ആ വീട്ടിലെ അവളുടെ ജീവിതത്തെക്കുറിച്ച് വിവരിക്കാനും പോലീസ് സ്റ്റേഷനും വീടുമായി അവൾ കുറച്ചുനാൾ കയറിയിറങ്ങി. ഗ്ലോറിയുടെ അവസ്ഥയായിരുന്നു ഇത്തിരിയെങ്കിലും എമിയെ സങ്കടത്തിലാഴ്ത്തിയത്. ഭർത്താവിൻ്റെ അഴിഞ്ഞ ജീവിതത്തെക്കുറിച്ചുള്ള അറിവ് അവരെ വല്ലാതെ തളർത്തിയിരുന്നു. ഗ്ലോറിയെയും 2 മക്കളെയും ഒടുവിൽ അവരുടെ വീട്ടുകാർ തന്നെ ഏറ്റെടുത്തു. എല്ലാം ഒന്ന് കെട്ടടങ്ങിയെന്ന് തോന്നിയതും എമി സ്വന്തം വീട്ടിലൊരു ചെറിയ തയ്യൽ യൂണിറ്റ് തുടങ്ങി. അതിൽ നിന്നുള്ള വരുമാനം കൊണ്ടാണ് വീട്ടിലെ ചെലവുകളും മാത്തുക്കുട്ടിയുടെ ചികിത്സയും മുന്നോട്ടേക്ക് പോകുന്നത് തന്നെ. സടകൊഴിഞ്ഞ സിംഹത്തെ പോലെയാണ് മാത്തുക്കുട്ടിയുടെ ഇപ്പോഴത്തെ അവസ്ഥ. എന്തെങ്കിലും കൊടുത്താൽ കഴിക്കും,
ഒറ്റക്കാലുകൊണ്ട് വോക്കിംഗ് സ്റ്റിക്കിൻ്റെ സഹായത്തോടെ അയാൾ സ്വന്തം ജോലികളൊക്കെ ചെയ്യുവാനായി തുടങ്ങി. ആരോടും സംസാരമില്ല. കൂടുതൽ സമയം വഴിയരികിലുള്ള ആലിൻ്റെ ചുവട്ടിൽ പോയി ഇരിക്കുന്നത് കാണാം. പ്രാണനെ പോലെ കരുതിയ സ്വന്തം മകൾ നാൻസി ആരുടെയോ കൂടെ ഒളിച്ചോടിയതിന് ശേഷമാണ് അയാൾ ആരോടും സംസാരിക്കാതെ ആയത്. അടിമയായ എൻ്റെ വീട്ടിൽ എന്നും കണ്ണീരും ദുഃഖവും ആയിട്ടാണ് അവൾ ജീവിക്കുന്നതെന്ന് പിന്നീടാണ് എല്ലാവരും അറിഞ്ഞത്. സ്വന്തം സ്വാർത്ഥലാഭങ്ങൾക്ക് വേണ്ടി വിവാഹം എന്ന പേരിൽ മറ്റൊരുവിനെ വിറ്റവളുടെ സമ്പാദ്യം കൊണ്ട് കഞ്ഞി കുടിച്ച് കിടക്കുന്നതിൻ്റെ ഗതികേട് അയാൾ മനസ്സിലടക്കി പിടിച്ചിരുന്നു. മറ്റൊരു ഗത്യന്തരവും ഇല്ലാതെ. പൊടിക്കിപ്പോൾ 1 വയസ്സാകാറായി. രഞ്ജനില്ലാതെ ഒരു ജീവിതം അവൾക്കില്ലായിരുന്നു. രഞ്ജൻ്റെ ഓട്ടോയുടെ ശബ്ദം കേൾക്കുമ്പോൾ തന്നെ മോണ കാട്ടി വീട്ടിൽ കിടന്നൊരു ഒച്ചവയ്പ്പുണ്ട് അവൾക്ക്. എന്നും വൈകുന്നേരം അവൾക്കായി കൊണ്ടുവരുന്ന പൊതി വാങ്ങിക്കാനുള്ള കാറിച്ച് അവൻ കൊണ്ടുവന്ന് കൊടുക്കുന്നത് കഴിച്ചിട്ട് അച്ഛാന്ന് വിളിച്ച് അവൾ ശബ്ദം ഉണ്ടാക്കും. ശരിക്കും തിരിയത്തില്ലെങ്കിലും രഞ്ജനെ കാണുമ്പോൾ ഒരു പ്രത്യേക സ്നേഹമാണ് അവൾക്ക്. രഞ്ജൻ അപ്പോൾ തന്നെ അവളെ എടുത്തുകൊണ്ട് തൻ്റെ വീട്ടിലേക്ക് പോവും. അവൻ്റെ കൂടെ ഇരുന്ന് അത്താഴവും കഴിച്ചതിന് ശേഷം മാത്രമേ കുഞ്ഞിപ്പെണ്ണ് പിന്നീട് വീട്ടിൽ കയറത്തുള്ളൂ. കുമാരിയും ചിത്രയും എമിയെ കല്യാണം കഴിക്കുവാനായി രഞ്ജനെ ഒരുപാട് നിർബന്ധിക്കുന്നുണ്ട്. ആദ്യമൊന്നും അതിന് ആനിയമ്മ സമ്മതിച്ചില്ലെങ്കിലും പിന്നീട് അവരും ഒന്നും പറയാതെയായി. എങ്കിലും എമിയുടെ ഇഷ്ടമാണ് തൻ്റെ എന്ന വാക്കിൽ അവൻ എല്ലാവർക്കും മറുപടി നൽകും. പൊടിയുടെ 1 വയസ്സ് പിറന്നാൾ ഭംഗിയായി 2 വീട്ടുകാരും കൂടി ആഘോഷിച്ചു. അന്ന് രാത്രി വീട്ടുകാരുടെ നിർബന്ധത്തിന് വഴങ്ങി അവൻ എമിയോട് കല്യാണക്കാര്യത്തെക്കുറിച്ച് സംസാരിക്കാനായി ചെന്നു. എമി, അവൻ്റെ ചോദ്യം എന്തായിരിക്കുമെന്ന് അറിഞ്ഞുകൊണ്ട് തന്നെ അവളൊന്ന് പുഞ്ചിരിച്ചു. രഞ്ജേട്ടൻ എന്താ പറയാൻ പോകുന്നതെന്ന് എനിക്കറിയാം. ഒരു കല്യാണം കൊണ്ട് ഒരുപാട് ദുരിതം അനുഭവിച്ചോളാണ് ഞാൻ. അതൊക്കെയൊന്നും മറന്ന് ജീവിതത്തിലേക്കൊന്ന് തിരിച്ചു വരുന്നതേ ഉള്ളൂ. അതും ഏട്ടൻ്റെ സഹായം കൊണ്ട്. ഒരു വിവാഹത്തിനുള്ള മാനസികാവസ്ഥയിലല്ല ഞാനിപ്പോൾ, ശരീരം കൊണ്ടും മനസ്സുകൊണ്ടും. പക്ഷേ ഒന്ന് ഞാൻ ഉറപ്പിച്ചു പറയുന്നു, വിവാഹം എന്നൊരു തോന്നലുണ്ടായാൽ രഞ്ജേട്ടനെ അല്ലാതെ മറ്റൊരാളെ ആ സ്ഥാനത്ത് കാണാൻ എനിക്ക് കഴിയത്തില്ല. അച്ഛൻ്റെ സ്ഥാനത്ത് കാണാൻ എൻ്റെ പൊടിക്കും. അതുകൊണ്ട് കുറച്ചു കാലം കൂടി ഒന്ന് കാത്തിരിക്കാവോ? അത്രയും കേട്ടാൽ മതിയായിരുന്നു രഞ്ജനും. ഓടിച്ചെന്ന് എമിയെ വാരി പുണരുമ്പോൾ മനസ്സിൽ വേറൊരു ആലോചന അവനില്ലായിരുന്നു. അവൻ്റെ പ്രവൃത്തി കണ്ട് എമിയുടെ കണ്ണ് മിഴിഞ്ഞുപോയി. രഞ്ജിയേട്ടാ, ഉള്ളുകൊണ്ട് ദേഷ്യം തോന്നിയില്ലെങ്കിലും ശാസനയോടെ അവൾ വിളിച്ചു. സോറി, സന്തോഷം കൊണ്ട് പറ്റിപ്പോയതാ. 100 പൂർണ്ണചന്ദ്രന്മാർ ഉദിച്ച സന്തോഷം രഞ്ജൻ്റെ മുഖത്തപ്പോൾ ഉണ്ടായിരുന്നു. വീട്ടിലേക്ക് തിരിച്ചു നടക്കുമ്പോൾ അവൻ്റെ മനസ്സ് മന്ത്രിച്ചു. കൂടെയുണ്ടാവും കുഞ്ഞോളെ എന്നെന്നും, ഒരു നിഴലായി നിൻ്റെ കൂടെ. ഇതിനിയൊരു തുടർച്ചയില്ല കേട്ടോ. കൂടെ നിന്ന് എല്ലാവർക്കും നന്ദി. അറ്റ്ലീസ്റ്റ് ഇപ്പോഴെങ്കിലും വായിച്ചിട്ട് ഒരു കമൻ്റ് ഇട്ടിട്ട് പോണേ പിള്ളേരെ. അത് മാത്രമല്ല, ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ. ഇനി ഇതിൽ ഒറ്റപ്പാട്ടിൽ തീരുന്ന കുഞ്ഞു കുഞ്ഞു സ്റ്റോറികൾ മാത്രമേ ഉണ്ടാവുള്ളൂ കേട്ടോ.